2024 നടക്കുവാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെയും സിപിഎമ്മിന്റെയും ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടായിരിക്കും. അതിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കും കോൺഗ്രസ് എന്ന വി.ഡി. സതീശൻ പറയുന്നു. ബിജെപിയും സിപിഎമ്മും തമ്മിലുള്ളത് ഒരു പരസ്പര ധാരണയാണ്. അതിനിടയിൽ സാധാരണക്കാരായ ജനങ്ങളുടെ കണ്ണിൽ പൊടിവാരിയിടുവാൻ വേണ്ടിയുള്ള പല തന്ത്രങ്ങളും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന് മാത്രം. ബിജെപിയും സിപിഎമ്മും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒത്തുചേർന്ന് നിന്ന് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമെന്ന തരത്തിലേക്ക് ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. അതിന് ചില ഉദാഹരണങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്. കേരളത്തിൽ ബിജെപിയും സിപിഎമ്മും ഒറ്റ കക്ഷിയാണ് എന്ന തരത്തിലുള്ളതാണ് ആ ഉദാഹരണങ്ങൾ. അതിനായി അദ്ദേഹം പറയുന്നത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസാണ്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സിപിഎമ്മിന്റെ പല നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും പങ്കുണ്ട് എന്ന തരത്തിലേക്ക് ഒരു വലിയ വാർത്ത ഉണ്ടാകുന്നു. കേരളത്തിലെ ജനങ്ങളുടെ മുൻപിൽ സിപിഎമ്മിന്റെ മറ്റൊരു അഴിമതി കൂടി പുറത്തു വരുന്നു. ആ അഴിമതിക്കെതിരായി വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു. അതിൽ ഇ.ഡി. ഇടപെടുന്നു. ഇ.ഡി. ശക്തമായ ആദ്യഘട്ടങ്ങളിൽ വലിയ അന്വേഷണങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്നു. പക്ഷേ കുറച്ചു നാളുകൾക്ക് ശേഷം ഇതിന്റെ വാർത്താ പ്രാധാന്യമൊക്കെ അവസാനിച്ചപ്പോൾ മറ്റു വാർത്തകളിലേക്ക് മാധ്യമങ്ങൾ പോയപ്പോൾ ഇ.ഡി. അടക്കം കേന്ദ്ര ഏജൻസികളെല്ലാം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ നിന്നും പതിയെ പിന്നിലേക്ക് വരുന്നു. ഇപ്പോൾ എവിടെയാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിന്റെ അവസ്ഥ? എവിടെയാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് ഇപ്പോൾ എവിടെ ചെന്ന് നിൽക്കുന്നു എന്ന ചോദ്യമാണ് വി.ഡി. സതീശൻ ആദ്യം ഉയർത്തുന്നത്. ആ ചോദ്യത്തിന്റെ പിന്നിലൂടെ അദ്ദേഹം തെളിയിക്കുന്നതും ബിജെപിയും ഇടതുപക്ഷവും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിനെ പറ്റിയിട്ടാണ്. തിരിച്ച് ബിജെപിക്കും ഇത്തരത്തിലൊരു സ്നേഹം, ഇത്തരത്തിലൊരു ഇടപെടൽ സിപിഎമ്മുമായി ഉണ്ട്. അതുകൊണ്ടാണ് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെയുള്ള കുഴൽപ്പണ കേസ് എങ്ങും എത്താതെ പോയിരിക്കുന്നത്. അതായത് സിപിഎമ്മിനെതിരായുള്ള കേസ് ബിജെപിയും ഒത്തുതീർപ്പാക്കുന്നു, ബിജെപിക്കെതിരായുള്ള കേസ് സിപിഎമ്മും ഇവിടെ ഒത്തുതീർപ്പാക്കി ഒറ്റ കക്ഷിയായി വരുന്ന തെരഞ്ഞെടുപ്പിനെയും കാലാകാലങ്ങളായി അവർ നിലനിർത്തി പോകുന്ന അടുപ്പത്തെയുമാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്ന തരത്തിലാണ് വി.ഡി. സതീശൻ മാധ്യമങ്ങളോട് പറയുന്നത്. ഏറ്റവും പ്രധാനമായി വി.ഡി. സതീശൻ ആരോപിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിലെ വേദിയിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിൽ നിന്നാണ് പല സ്വർണ്ണ കള്ളക്കടത്തുകളും നടക്കുന്നത് എന്ന തരത്തിലൊരു പരാമർശം, ഒരു ആരോപണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിലെ വേദിയിൽ വെച്ച് നടത്തി. ഇതിനെതിരെയുള്ള ഒരു ചോദ്യമാണ് വി.ഡി. സതീശൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചിരിക്കുന്നത്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയെന്ന പ്രധാനമന്ത്രിക്ക് ബോധ്യമുള്ള ഒരു ഓഫീസിനെ എന്തുകൊണ്ടാണ് വെറുതെ വിട്ടത്? അന്ന് നടപടി എടുത്തിരുന്നെങ്കിൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയേനെ. സിപിഎം തോറ്റാൽ കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്ന് ബിജെപിക്ക് അറിയാം. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയാണ് സിപിഎമ്മും ബിജെപിയും പരസ്പര ധാരണയിലെത്തിയത്. പ്രതിപക്ഷ ആരോപണം അടിവരയിടുന്നതാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗം. കുഴൽപ്പണ കേസിൽ ബിജെപിയുടെ സംസ്ഥാന നേതൃത്വത്തെ കേരള സർക്കാർ സഹായിച്ചു. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയെ കേന്ദ്ര ഏജൻസികളും സംരക്ഷിച്ചു. 38ാമത്തെ തവണയാണ് ലാവ്ലിൻ കേസ് മാറ്റിവെക്കുന്നത്. CBI അഭിഭാഷകൻ ഹാജരാകുന്നില്ല. സിപിഎമ്മും സംഘപരിവാർ ശക്തികളും തമ്മിലുള്ള ധാരണ ഇപ്പോഴും നിലനിൽക്കുകയാണ്. കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ എത്തരുത് എന്നതാണ് ഇരുവരുടെയും പൊതുലക്ഷ്യം. ഇങ്ങനെയാണ് വി.ഡി. സതീശന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കവേ ഇത്തരത്തിൽ നിരവധി ആരോപണങ്ങളാണ് ബിജെപിക്കും ഇടതുപക്ഷ സർക്കാരിനുമെതിരായി അല്ലെങ്കിൽ സിപിഎമ്മിനെതിരായി വി.ഡി. സതീശൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. ഉറപ്പാണല്ലോ എല്ലാ അന്വേഷണങ്ങളും വഴിമുട്ടി നിൽക്കുന്നത് അവസാനത്തെ ഈ ധാരണയിലാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, തൃശ്ശൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ ബിജെപി അവരുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണല്ലോ കരുവന്നൂർ ബാങ്കിന്റെ അന്വേഷണം എത്ര സ്പീഡിലാണ് പോയത്. ഇ.ഡി. അന്വേഷണം എവിടെ എവിടെ എത്തി നിൽക്കുന്നത്? ഈ അന്വേഷണങ്ങളെല്ലാം അതിനെ അന്വേഷണം കൂടുതൽ ഊർജിതമാക്കിയതൊക്കെ കണ്ടതാണല്ലോ. നിങ്ങളല്ലേ കണ്ടത്, നിങ്ങളല്ലേ ഇതെല്ലാം റിപ്പോർട്ട് ചെയ്ത ആളുകൾ, മാധ്യമപ്രവർത്തകർ. ഇപ്പം എവിടെ നിൽക്കുന്നു കരുവന്നൂർ ബാങ്കിന്റെ അന്വേഷണം? ഇപ്പം ഇഴഞ്ഞു നീങ്ങിയാണ്. അവിടെ ബിജെപി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനകൾ സിപിഎം സംഘപരിവാരം നടത്തുന്നു. ഈ പാർലമെന്റ് ഇലക്ഷനിൽ അതുണ്ടാവും. അതിനെ നേരിട്ടും ഞങ്ങൾക്ക് ഉജ്ജ്വലമായ വിജയം ഞങ്ങൾക്ക് നേടാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളെ വെറുക്കുന്ന ആളുകളാണ് കേരളത്തിലെ ജനങ്ങൾ. അത് ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് സീതാറാം യെച്ചൂരി അടക്കമുള്ള ആളുകൾ നിൽക്കുന്നുണ്ട്. ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുന്നു. പക്ഷെ ആ ദേശീയ ഇന്ത്യ മുന്നണിയിലേക്ക് ഒരു പ്രതിനിധിയെ പോലും സിപിഎം അയക്കരുതെന്ന് വാശി പിടിച്ചത് കേരളത്തിലെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളാണ്, മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ. അതായത് ബിജെപിയെ പ്രീതിപ്പെടുത്താനും തൃപ്തിപ്പെടുത്താനും വേണ്ടിയിട്ടാണ് കേരളത്തിലെ സിപിഎം നേതൃത്വം നിൽക്കുന്നത്.
അവരുടെ ചെലവിലാണ് ദേശീയ നേതൃത്വം. അവർക്ക് ഒറ്റയ്ക്ക് അഭിപ്രായമില്ലല്ലോ. ആകെ ഭരണമുള്ള സംസ്ഥാനം കേരളമാണ്. അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണ് കേന്ദ്ര നേതൃത്വം നിൽക്കുന്നത്. പിന്നെ അവരോട് ഞങ്ങൾ പരാതി പറഞ്ഞിട്ട് എന്താ കാര്യം? CPM-ഉം BJP-യും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് വളരെ വ്യക്തമായി അടിവരയിട്ട് പറയുകയാണ് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ. അതിന് ഉദാഹരണങ്ങളും അദ്ദേഹം ഓരോന്നോരോന്നായി എണ്ണി പറയുന്നുമുണ്ട്.